സാരംഗിലേക്ക് കൂടി പോവുകയാണ്. സാരംഗ് അവിടെ പ്രവർത്തകരുടെ ആവേശം കൂടി പങ്കുവെക്കുമെന്ന് തോന്നുന്നു. സാരംഗ്, ഈ വലിയൊരു റോഡ് ഷോ ആണല്ലോ പ്ലാൻ ചെയ്യുന്നത് BJP പ്രവർത്തകർ, BJP നേതൃത്വം. അപ്പോൾ എങ്ങനെയാണ്, പ്രവർത്തകരൊക്കെ ആവേശത്തിലാണോ? എൽദോ, പ്രവർത്തകരെ അടക്കം അകത്തേക്ക് കയറ്റാൻ തുടങ്ങിയിട്ടില്ല. നേരത്തെ കണ്ടതുപോലെ തന്നെ പ്രവർത്തകരെല്ലാം എത്തിത്തുടങ്ങുന്നേ ഉള്ളൂ. കനത്ത സുരക്ഷയാണ് തിരുവനന്തപുരം നഗരത്തിൽ എല്ലാ ഭാഗത്തും. അതായത് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ വരുന്നുണ്ട്. അതിനൊപ്പം തന്നെ പുത്തരിക്കണ്ടത്താണ് മറ്റ് പരിപാടികളില്ലെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തിൻ്റെ എല്ലാ ഭാഗത്തും മറ്റേ ബാരിക്കേഡുകളും മറ്റും കെട്ടിക്കൊണ്ട് ഇപ്പോൾ മൊത്തം സുരക്ഷാ വലയത്തിൽ തന്നെ തുടരുകയാണ്. അപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ മുഴുവൻ പോലീസുകാരുടെയും മറ്റും നിരയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. പ്രവർത്തകരുടെ കുറച്ച് കഴിഞ്ഞാണ് അകത്തേക്ക് കയറ്റി വിടുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് പുത്തരിക്കണ്ടത്തിലേക്ക് എത്തുന്നവർക്ക്, അതായത് മറ്റുള്ളവർ, അതായത് ഇത്തരത്തിലുള്ള ഈ ഒരു പ്രധാനമന്ത്രിയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട ഈ ഒരു സജ്ജീകരണങ്ങൾ മുഴുകിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മുഴുവനും പുത്തരിക്കണ്ടത്ത് 2 വേദികളിലായിട്ടാണ് ഇന്ന് പരിപാടികൾ. ഇപ്പോൾ വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ 2 വേദികളിലായാണ് പരിപാടികൾ സജ്ജീകരിച്ചിട്ടുള്ളത്. ഒന്ന് അമൃത് ഭാരത് ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫും ഒപ്പം ഒരു പൊതുപരിപാടിയും ആണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരുക്കങ്ങളടക്കം ഇവിടെ പൂർത്തീകരിക്കുന്നത്. നമുക്ക് ഈ ഭാഗത്ത് കാണാം, വലിയ രീതിയിൽ ഒരുക്കങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അവസാനഘട്ടത്തിലുള്ള പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എൽദോ, ഇപ്പോൾ സുരക്ഷയുടെ ഭാഗമായിട്ടുള്ള, അതായത് ഈ ഒരു ഭാഗത്ത് അവസാനഘട്ട സുരക്ഷാ പരിശോധനകളും മറ്റും നടക്കുകയാണ്. ഇതിൽ കൂടുതൽ, അതായത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നമുക്ക് മാധ്യമങ്ങൾക്ക് പോലും അകത്തേക്ക് കയറാനുള്ളൊരു അനുമതി ഇപ്പോൾ ലഭിച്ചിട്ടില്ല. മറ്റേ പ്രവർത്തകരടക്കം ഇവിടേക്ക് എത്തുന്നതേ ഉള്ളൂ. എൽദോ, റൈറ്റ്. അപ്പോൾ ഈ എങ്ങനെയൊക്കെയാണ് ഗതാഗത നിയന്ത്രണം കൂടി പറഞ്ഞു വെക്കാം സാരംഗ്. കാരണം ഇന്ന് തലസ്ഥാനത്തേക്ക് എത്തുന്ന ആളുകൾക്ക് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ. റോഡ് ഷോ, അതേ തുടർന്ന് മറ്റ് പ്രധാനപ്പെട്ട വഴികളിൽ വാഹനങ്ങൾ അനുവദിക്കില്ല, അങ്ങനെ ഒരുപാട് ക്രമീകരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. അതെന്തൊക്കെയാണ്? എൽദോ, ഈ ഒരു അതായത് 4 കേന്ദ്രങ്ങളിൽ ഇപ്പോൾ റെഡ് സോണുകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് താൽക്കാലിക റെഡ് സോണുകളായിട്ട് പുത്തരിക്കണ്ടവും കിഴക്കേക്കോട്ട പിന്നെ എയർപോർട്ടും ശംഖുമുഖം ഭാഗങ്ങളിൽ റെഡ് സോണുകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ഭാഗങ്ങളിലാണ് കർശന നിയന്ത്രണങ്ങൾ ഉണ്ടാവുക. ഈ ഒരു യാത്രാ നിയന്ത്രണങ്ങൾക്കൊപ്പം തന്നെ ഡ്രോണുകൾ ഉപയോഗിക്കുന്നതിനും അതായത് വീഡിയോ ചിത്രീകരണം അടക്കം നടത്തുന്നതിനടക്കം കർശന നിയന്ത്രണമുണ്ട്. പിന്നീട് ഈ ഒരു ഗതാഗത നിയന്ത്രണം റോഡ് ഷോയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതായത് ഒരു പാർക്കിംഗ് അടക്കം, ഈ പരിപാടികളിൽ വരുന്ന ജനങ്ങൾക്കടക്കം പാർക്കിങ്ങിന് കൃത്യമായി സ്ഥലങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ സ്ഥലങ്ങളിൽ മാത്രമേ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനടക്കം സാധിക്കുകയുള്ളൂ. ഈ റോഡ് ഷോ നടക്കുന്ന സമയത്ത്, അതായത് ഈ ഒരു റോഡ് ഷോയുമായി ബന്ധപ്പെട്ട സമയത്താണ് കർശനമായിട്ടുള്ള ഈ ഒരു ഗതാഗത നിയന്ത്രണം ഉണ്ടാവുക. വഴിതിരിച്ചു വിടും, അതായത് കൃത്യമായ റൂട്ടുകളടക്കം പോലീസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് പോലീസിൻ്റെ നിയന്ത്രണം ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. കാരണം ഒരു 10 മണിക്കാണ് പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തുന്നത്. ആ പ്രധാനമന്ത്രി വരുന്ന സമയത്ത്, ആ ഒരു സമയത്തിന് മുന്നോടിയായി തന്നെ ഗതാഗത നിയന്ത്രണം ആരംഭിച്ചാൽ മാത്രമേ ആ തരത്തിലേക്ക് വലിയ ബുദ്ധിമുട്ടില്ല, ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇന്നും പ്രവൃത്തി ദിവസമാണ്, മറ്റുള്ള എല്ലാ സ്ഥാപനങ്ങളും വർക്കിംഗ് ഡേ കൂടിയാണെന്ന്. അതുകൊണ്ട് തന്നെ അതിനെല്ലാം വലിയ രീതിയിൽ ബാധിക്കാത്ത രീതിയിലാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായും ഗതാഗത നിയന്ത്രണം ഈ ഒരു MG റോഡ് വഴി വരുന്ന ഒരു റോഡ് ഷോയുമായി ബന്ധപ്പെട്ടാണ്. അത് ഈ ഒരു BJP നേതൃത്വത്തിനടക്കം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം പ്രധാനമന്ത്രി ഇവിടേക്ക്, അതായത് കോർപ്പറേഷൻ ഭരണം പിടിച്ചാൽ 45 ദിവസത്തിനകം ഇവിടേക്ക് എത്തും എന്നുള്ളൊരു ഉറപ്പ് VV രാജേഷും ഒപ്പം രാജീവ് ചന്ദ്രശേഖർ അടക്കം പ്രഖ്യാപിച്ചിരുന്നു. അത് ശരിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ പൊതുപരിപാടി എന്നതിലപ്പുറം ഒരു റോഡ് ഷോയിലാണ്, അതായത് ജനങ്ങളുമായിട്ട് നേരിട്ട് ഇറങ്ങി പ്രധാനമന്ത്രി ഒരു തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭാഗമായി ഇവിടേക്ക് എത്തുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ ഇവിടെ ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. അതിന് തുടർച്ചയായിട്ടാണ് പൊതുപരിപാടിയും മറ്റും ഇപ്പോൾ സജ്ജീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത്. കൂടുതൽ, അതായത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ, അതായത് റെയിൽവേയുടെയും ഒരു പൊതുപരിപാടിയുടെയും സജ്ജീകരണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. VV വിനോദ് തുടരുന്നു. വിനോദ്, നമ്മൾ നേരത്തെ സംസാരിച്ചു, തിരുവനന്തപുരം നഗരത്തിൻ്റെ മുഖഛായ മാറ്റും എന്നുള്ള പ്രഖ്യാപനമൊക്കെ, അതിന് ഒരു ഊർജ്ജം പകരുക എന്നുള്ള ഒരു ലക്ഷ്യം ഈ സന്ദർശനത്തിന്, പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനുണ്ട് എന്നുള്ളതാണ്. രാവിലെ ഏതാണ്ട് 10:15 ആരംഭിക്കുന്ന റോഡ് ഷോ ആണ്. അപ്പോൾ ഈ ദിവസത്തെ എത്രമാത്രം ആവേശകരമാക്കാൻ പറ്റുമോ പരമാവധി അത് ആഘോഷിക്കുക എന്നുള്ള മട്ടിൽ തന്നെയായിരിക്കും BJP എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി അതിനുമപ്പുറത്തേക്ക് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ നേരത്തെ വിനോദ് സൂചിപ്പിച്ചു 2020, അത് ഔദ്യോഗികമായി ഇന്ന് 2020 നേതൃത്വം NDAയുടെ ഭാഗമാകുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പ്രധാനമന്ത്രിക്കൊപ്പം തന്നെ നടക്കുകയും ചെയ്യും. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട സന്ദർശനം എന്നുകൂടി ഇതിനെ കാണണം.
എന്തൊക്കെയാണ് അത്തരത്തിൽ നോക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഈ വമ്പൻ പ്രഖ്യാപനങ്ങൾക്ക് സാധ്യതയുണ്ട്? ഈ NDA എന്ന മുന്നണി വിപുലീകരിക്കുന്നതിൻ്റെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ കേരളത്തിൽ ഏത് വിധേനയും പരമാവധി സീറ്റ് നേടുക എന്നുള്ള ഒരു തരത്തിൽ മിഷൻ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം പശ്ചാത്തലമാക്കി നോക്കുമ്പോൾ ഈ സന്ദർശനത്തെ എങ്ങനെ കാണണം വിനോദ്? എൽദോ തീർച്ചയായും എൽദോ പറഞ്ഞതുപോലെ തന്നെ ഇത് ഇലക്ഷന് തൊട്ട് മുൻപുള്ള പ്രധാനമന്ത്രിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർശനമാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല എൽദോ 2 മണിക്കൂർ മാത്രമാണ് ഇന്ന് തലസ്ഥാനത്ത് പ്രധാനമന്ത്രി ചെലവഴിക്കുന്നത്. 10 മണിക്കാണ് അദ്ദേഹം ടെക്നിക്കൽ ഏരിയയിൽ എത്തുന്നത്. 12 മണിയോടുകൂടി അദ്ദേഹം മടങ്ങിപ്പോവുകയും ചെയ്യും. പക്ഷേ ഈ 2 മണിക്കൂർ സമയം കൊണ്ട് BJP അവരുടെ പ്രൊപ്പഗണ്ട കൃത്യമായി അവതരിപ്പിക്കും, ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും എന്നത് വളരെ വ്യക്തമാണ്. മാത്രമല്ല തലസ്ഥാനം തിരുവനന്തപുരം ജില്ല BJPയെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരിടമാണ്. അവിടെ നഗരസഭ പിടിക്കാൻ കഴിഞ്ഞു. ഏതാണ്ട് 35 വർഷത്തിലധികമായി തുടർന്ന LDF ഭരണം അവസാനിപ്പിച്ചാണ് BJP തിരുവനന്തപുരം നഗരത്തിൽ അധികാരത്തിലെത്തുന്നത്. ഇത് ചെറിയ ആഹ്ലാദമല്ല BJPക്ക് നൽകിയിട്ടുള്ളത്. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബംഗാളിൽ തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരം നഗരസഭ പിടിച്ചു എന്നതാണ്. കേരളത്തിൽ LDF ഭരിച്ചിരുന്ന, ഇടതുപക്ഷം ഭരിച്ചിരുന്ന നഗരസഭ പിടിച്ചു എന്ന കാര്യം അദ്ദേഹം വലിയ ആവേശത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നത് ബംഗാളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിലാണ്. അങ്ങനെ രാജ്യത്താകമാനം ഈ ഒരു നേട്ടം ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് BJP മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് BJP സംബന്ധിച്ച് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ വരവ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അമിത്ഷാ നേരത്തെ കേരളത്തിൽ എത്തിയിരുന്നെങ്കിലും അദ്ദേഹം കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തു. പ്രധാനമായും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളാണ് അമിത്ഷാ നൽകിയത്. പക്ഷേ ഒരു പ്രഖ്യാപനങ്ങൾ, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 6 തീവണ്ടികളാണ്, 6 ട്രെയിനുകളുടെ പ്രഖ്യാപനമാണ് ഇന്ന് നടക്കുന്ന, ഫ്ളാഗ് ഓഫാണ് നടക്കുന്നത്. അതിൽ പുതിയ ട്രെയിനുകൾ കേരളത്തിന് ലഭിക്കുന്നത് തിരുവനന്തപുരം താമ്പരം, തിരുവനന്തപുരം ഹൈദരാബാദ്, നാഗർകോവിൽ മംഗലൂരു എന്നീ അമൃത് ഭാരത് ട്രെയിനുകളാണ് കേരളത്തിനായി അനുവദിച്ചിട്ടുള്ളത്. മറ്റൊന്ന് ഗുരുവായൂർ തൃശൂർ പാസഞ്ചറുണ്ട്. നമ്മൾ ഏറ്റവും എടുത്തു കാണേണ്ട ഒരു കാര്യം 3 അമൃത് ഭാരത് ട്രെയിനുകൾ അനുവദിച്ചപ്പോൾ ഇത് രണ്ടും തുടങ്ങുന്നത് തിരുവനന്തപുരത്തു നിന്നാണ്. തിരുവനന്തപുരം താമ്പരവും തിരുവനന്തപുരം ഹൈദരാബാദും. മറ്റൊരു ട്രെയിനാകട്ടെ നാഗർകോവിലിൽ നിന്ന് ആരംഭിച്ച് മംഗലൂരുവിലേക്കാണ്. അതായത് തിരുവനന്തപുരത്തിന് തൊട്ടടുത്ത് തന്നെയുള്ള തമിഴ്നാടിലെ നഗരമാണ് നാഗർകോവിൽ. നാഗർകോവിലിൽ നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരം വഴി മംഗലൂരുവിലേക്ക് പോകുന്ന 3ാമത്തെ അമൃത് ഭാരത് ട്രെയിൻ. അങ്ങനെ തിരുവനന്തപുരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇന്നത്തെ ഈ റെയിൽവേയുടെ ചടങ്ങിന് വലിയ പ്രാധാന്യം തിരുവനന്തപുരത്തുണ്ട്. ഇത് നമ്മൾ ചരിത്രം കൂടി പരിശോധിക്കുമ്പോഴാണ് രാജഗോപാൽ കേന്ദ്ര റെയിൽവേ സഹമന്ത്രിയായിരുന്ന സമയത്ത് കേരളത്തിലേക്ക് കൂടുതൽ തീവണ്ടികൾ അനുവദിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു, ട്രെയിനുകൾ അനുവദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിന്റെ മെച്ചം പിന്നീട് BJPക്ക് ഉണ്ടാവുകയും ചെയ്തു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.